ണ്ട് തിരുവോണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാൻ തയ്യാറാകുന്നവർ മുല്ലപ്പൂവിന്റെ വില കേട്ടാൽ ഞെട്ടുമെന്നതാണ് ഈ ഓണക്കാലത്തെ ഒരു പ്രയാസപ്പെടുത്തുന്ന വാർത്ത. 3 ദിവസം മുൻപ് കിലോയ്ക്ക് 750 രൂപ മാത്രമുണ്ടായിരുന്ന മുല്ലപ്പൂവിന് ഇന്ന് 3000 രൂപയാണ്. ഒരു മുഴത്തിന് 200 രൂപ. മുല്ലപ്പൂവിന്റെ വില ഇനിയും കൂടുമെന്ന് തന്നെയാണ് വ്യാപാരികളും പറയുന്നത്. തിരുവോണത്തിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം തിരുവോണത്തെ വരവേൽക്കുന്നതിനു വേണ്ടി അവസാനവട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മലയാളികൾ. സ്വാഭാവികമായി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിലാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, പച്ചക്കറിക്ക് ഇത്തവണ വലിയ വിലവർധന ഉണ്ടായിട്ടില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിലയേ ഉള്ളൂ സാധനങ്ങൾക്കെല്ലാം. പക്ഷേ പൂക്കളുടെ കാര്യം അങ്ങനെയല്ല. മുല്ലപ്പൂവിന്റെയൊക്കെ വില കേട്ടാൽ അങ്ങ് ഷോക്ക് അടിക്കും. അതുപോലെയാണ് വില. ചേട്ടാ, മുല്ലയ്ക്ക് എങ്ങനെയാ വില? മുല്ല ഇന്നലെ 3000 ആയിരുന്നു. മുഴത്തിന് എത്ര? മുഴ ഇന്നലെ ഒരു 200 രൂപ. 200 രൂപയാണ് ഒരു മുഴം. അതിന്റെ പെട്ടെന്ന് കൂടിയത് പൂ കിട്ടാത്തതുകൊണ്ടാണോ? ഒരാഴ്ച വരെ വളരെ വില കുറവായിരുന്നു. ഇന്നലെയും ഇന്നുമാണ് ചെലവുണ്ടായിട്ട് വില കൂടുതൽ. അത് ചെടിയിൽ പൂക്കണ പൂവല്ലേ കായ്ക്കുള്ളൂ. അത് വില ഒരുപാടൊരു ചെലവ് വരുമ്പോൾ സാധനം വില കൂടും. എവിടെയാണ് നിങ്ങൾ എടുക്കുന്നത് പൂ? എവിടെ? നമുക്ക് തോവളാണ് എടുക്കുന്നത്. ഓക്കെ. പിന്നെ ബാക്കിക്കൊക്കെ മഞ്ഞ ജമന്തിക്കൊക്കെ എങ്ങനെ? മഞ്ഞ ജമന്തിയൊക്കെ വില കുറവില്ല. കിലോ 100 രൂപയൊക്കെ ഉള്ളൂ. അതിനാണ് ഏറ്റവും കുറവ്. അതിനാണ് ഏറ്റവും കുറവ്. വാടാമുല്ല കിലോ 200, 250. വെള്ള ജമന്തിയോ? വെള്ള ജമന്തി 300 രൂപ. കോഴിവാലം പൂവോ? കോഴിവാലം പൂ 180. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ്? മിക്സ് ചെയ്ത് ഒരു ചെറിയ അത്തത്തിനൊക്കെ ഒരു 200 രൂപയ്ക്കെല്ലാം കൊടുക്കും. 200 രൂപയ്ക്ക് ആളുകളെ പറഞ്ഞ കൊടുക്കും. മെനിയാന്ന് ഒരു കിലോ 700 രൂപയായിരുന്നു. അതിന്റെ തലേദിവസം 900 രൂപയായിരുന്നു. ഇന്നലെ ടപ്പന് 2400 രൂപ. ഇന്നൊരു 3 രൂപയെങ്കിലും ആവും. അപ്പോൾ അതാണ് സാഹചര്യം. മുല്ലപ്പൂവിന്റെ വില അടിക്കടി വർദ്ധിക്കുകയാണ്. നാളെ രാവിലെ വരെ അത് അങ്ങനെ തന്നെയായിരിക്കാം. ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൂക്കച്ചവടക്കാരൊക്കെ പറയുന്നത്. മറ്റ് പൂക്കൾക്കൊന്നും അത്രയ്ക്ക് വലിയ തരത്തിൽ വില കൂടിയിട്ടില്ല. പിന്നെ 400 രൂപയുള്ളത് ഈ വെള്ള ജമന്തിക്കാണ്. മറ്റ് പൂക്കൾ സ്വാഭാവികമായി ഈ അത്തം നിറയ്ക്കുന്നതിന് വേണ്ടി ഒരുക്കുന്ന മറ്റ് പൂക്കൾ അത് ഏതാണ്ട് 200 രൂപയ്ക്ക് ഇതുപോലെ കിറ്റുകൾ കിട്ടും. ചെറിയൊരു അത്തം തയ്യാറാക്കാൻ 200 രൂപയുടെ കിറ്റ് കൊണ്ട് കഴിയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അപ്പം ഈ കിറ്റിന്റെ വിലയും കൂടുവോ? എല്ലാം കൂടെ ഒരു 200 രൂപയ്ക്കെല്ലാം നമ്മൾ കണക്കിന് കൊടുക്കും. ചില ആൾക്കാർ പറഞ്ഞ പോലെയൊക്കെ കൊടുക്കും. ഒരു 100 രൂപ കൊണ്ടതിനും കൊടുക്കും, 50 രൂപ കൊണ്ടതിനും കൊടുക്കും. ഇന്നലെ ഇത്രയും കൂടുമെന്ന് അറിയായിരുന്നോ? ഇന്നിങ്ങനെ ഒരു ഇന്ന് അത് 2 ദിവസം കൂടും. ഓണം ലാസ്റ്റ് ദിവസം നമുക്ക് കൂടും. ഈ 10ന്റെ നല്ല വില കൂടും. അപ്പൊ ഇന്ന് കൂടാൻ ഏറ്റവും സാധ്യതയുള്ള മുല്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത വില കൂടാനുള്ള. അപ്പോൾ അങ്ങനെയാണ് കാഴ്ചകൾ. പക്ഷേ വില എത്ര ആയാലും മുല്ലയൊന്നും ഒഴിവാക്കിയിട്ട് ഒരു അത്തപ്പൂവിനെ കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി അത് കൃത്യമായി കച്ചവടക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വില മുല്ലയ്ക്ക് വന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ. 800-ൽ നിന്ന് പെട്ടെന്ന് 900, 900-ൽ നിന്ന് പിന്നീട് അതങ്ങ് 2400, ഏറ്റവും ഒടുവിൽ 3000. ഒരു മുഴം മുല്ലപ്പൂവിന് 200 രൂപ എന്നതാണ് സ്ഥിതി. സ്വാഭാവികമായി മുല്ലപ്പൂ എത്ര അധികം വിലയാണെങ്കിലും ഒരു മുഴം മുല്ല കൂടി ഇല്ലാതെ അത്തം പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയും ഇത്രയധികം വിലയാണെങ്കിലും മുല്ലപ്പൂ വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.